പ്രസ്തുതം മാറാൻ ഈശ്വരം ചെയ്തു. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. വിശുദ്ധ അൽഫോൻസമ്മ ജീവിച്ചിരുന്ന ഭവനത്തിന് മുന്നിലാണ്. ആ ഭവനത്തിലെ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. അതാണ് മുട്ടിച്ചിറയിലെ മുരിക്കൻ തറവാട്. ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ, സഹനത്തിൻ്റെ പുത്രിയായ വിശുദ്ധ അൽഫോൻസ അമ്മയുടെ ബാല്യവും കൗമാരവും ചെലവഴിച്ച ഒരു ഭവനമാണിത്. ഇന്ന് ഈ ഭവനം ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്നു. ഈ ഭവനത്തോട് ചേർന്ന് ഒരു FCC കോൺവെന്റ് ഉണ്ട്. ഈ ഭവനം ഇപ്പോൾ FCC സിസ്റ്റർമാരുടെ സംരക്ഷണത്തിലാണ്. സന്ദർശന സമയം എന്നത് രാവിലെ 6 മുതൽ രാത്രി 7 വരെയാണ്. ആ കാണുന്നതാണ് അൽഫോൻസമ്മ ബാല്യവും കൗമാരവും ചെലവഴിച്ച മുരിക്കൻ തറവാട്. വളരെ മനോഹരമായാണ് ഈ ഭവനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് തന്നെ വീടിൻ്റെ പിൻഭാഗത്തേക്കാണ്. ഇതാണ് അടുക്കള. ഭാരതത്തിലെ ഒരു വലിയ വിശുദ്ധ ജീവിച്ച ഒരു ഭവനമാണിത്. അടുത്തതായി നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ ഒന്നാണ്. ഇത് ഒരു തൊട്ടിലാണ്. മുരിക്കൻ തറവാട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങളെ ഈ തൊട്ടിലിൽ കിടത്തിയിരുന്നു. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിൽ അൽഫോൻസമ്മയും കിടന്നിട്ടുണ്ട്. ഒരുപാട് പേർ ഇതിൽ തൊട്ട് പ്രാർത്ഥനയും നിയോഗവും എഴുതി ഇടാറുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ, കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ഈ തൊട്ടിലിൽ കിടത്താറുണ്ട്. ഒരു കാലത്ത് മുരിക്കൻ തറവാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളാണ് ഈ കാണുന്നത്. 1910 ആഗസ്റ്റ് 19 അൽഫോൻസമ്മ ജനിച്ചത്. പിന്നീട് അമ്മയുടെ മരണശേഷം അൽഫോൻസമ്മയെ പേരമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. പിന്നീട് അൽഫോൻസമ്മയുടെ ബാല്യവും കൗമാരവും ഇവിടെയാണ് ചെലവഴിച്ചത്. ഇവിടെ സംരക്ഷിച്ചിരിക്കുന്ന ഈ പാത്രങ്ങളും എല്ലാം പണ്ട് മുരിക്കൻ തറവാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 1920-26 കാലഘട്ടത്തിൽ അൽഫോൻസമ്മ ഇവിടെ അടുത്തുള്ള മുട്ടിച്ചിറ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതും ഇന്ന് പുതിയ തലമുറയ്ക്ക് കാണാൻ സാധിക്കാത്തതുമായ വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിൽ. ഇന്നത്തെ തലമുറ കണ്ടിട്ടില്ലാത്ത തരം ഒരു കട്ടിലാണിത്. ഒരു പഴയ നിർമ്മിതി. ഈ കട്ടിലിൻ്റെ നടുക്കായിട്ട് ഒരു കുരിശുരൂപവും വെച്ചിട്ടുണ്ട്. ഇത് പഴയ കാലങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും കണ്ടിരുന്ന ഒരു പാത്രമായിരുന്നു. ഉറി. ഇതിൻ്റെ ഉപയോഗം സാധനങ്ങൾ സൂക്ഷിക്കാൻ മറ്റുമായിരുന്നു.
മുട്ടുച്ചിറയിലെ ഈ കൊച്ചു വീട്ടിൽ വളർന്ന ഒരു സാധാരണ പെൺകുട്ടി ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ വിശുദ്ധിയാണ്. സത്യത്തിൽ അൽഫോൺസാമ്മയുടെ ആ ഒരു വിശുദ്ധിയും നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത മുറിയിലേക്ക് വരുമ്പോൾ ഇവിടെ അൽഫോൺസാമ്മയുടെ പേരപ്പൻ്റെയും പേരമ്മയുടെയും അൽഫോൺസാമ്മയുടെ ചെറുപ്പത്തിലെയും ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അൽഫോൺസാമ്മയുടെ പേര് അന്നക്കുട്ടി എന്നാണ്. ഈ അന്നക്കുട്ടി പിന്നീട് മഠത്തിൽ ചേർന്ന് അൽഫോൺസ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് അൽഫോൺസാമ്മയുടെ യഥാർത്ഥമായ ഫോട്ടോ. അൽഫോൺസാമ്മയിൽ ദൈവവിളി കണ്ടെത്തി അൽഫോൺസാമ്മയെ മഠത്തിലേക്ക് അയച്ച അച്ഛൻ്റെ ഫോട്ടോയാണ്. അൽഫോൺസാമ്മയുടെ പേരിൽ ഭാരത സർക്കാർ ഇറക്കിയ സ്റ്റാമ്പുകളാണിത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത എന്ന ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട് അൽഫോൺസാമ്മയുടെ ഈ സ്റ്റാമ്പിന്. ഈ കാണുന്നതാണ് അൽഫോൺസാമ്മയുടെ കൈയക്ഷരം. ഈ കാണുന്നത് അൽഫോൺസാമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരുടെ ഫോട്ടോയും അതിൻ്റെ വിവരണങ്ങളുമാണ് ഈ കാണുന്നത്. ഇതാണ് മുരിക്കൽ തറവാട്ടിലെ അൽഫോൺസാമ്മയുടെ പേരപ്പനും പേരമ്മയും. ഇതാണ് അന്നക്കുട്ടി അഥവാ അൽഫോൺസാമ്മയുടെ പഴയ ഫോട്ടോ. ഈ കാണുന്നതാണ് അൽഫോൺസാമ്മ ചെയ്ത ഒരു തയ്യൽ. തൊട്ടടുത്തുള്ള മുറിയിൽ കാണിച്ചിരിക്കുന്ന ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അൽഫോൺസാമ്മയുടെ വളർത്തമ്മയുടെ മക്കൾ. അടുത്ത മുറിക്ക് വളരെ വലിയ പ്രത്യേകതയുണ്ട്. ഇതാണ് അൽഫോൺസാമ്മ പ്രാർത്ഥിച്ചിരുന്ന മുറി. അൽഫോൺസാമ്മ മുരിക്കൻ തറവാട്ടിൽ ഉണ്ടായിരുന്നത്രോളം കാലം അൽഫോൺസാമ്മ പ്രാർത്ഥിച്ചിരുന്ന ഒരു മുറിയാണിത്. ഈ മുറിയിൽ ഇപ്പോൾ അൽഫോൺസാമ്മയുടെ ഒരു രൂപവും അതിനു താഴെ അൽഫോൺസാമ്മയുടെ തിരുശേഷിപ്പും വെച്ചിട്ടുണ്ട്. ഇവിടെ 1670 എഴുതിയേക്കുന്നത് കാണാം. ഈ ഭവനം പണിതത് 1670-ലാണ്.
തറവാട് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഇതാണ് പണ്ടത്തെ അറ. ഇതാണ് അൽഫോൺസാമ്മയുടെ രൂപവും അതിന് താഴെ അൽഫോൺസാമ്മയുടെ തിരുശേഷിപ്പും. ഇവിടെ വരുന്നതും അൽഫോൺസാമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കാണുന്നതും വളരെ വലിയ ഒരു സന്തോഷം നൽകുന്ന, ആത്മീയ ഉണർവ് നൽകുന്ന ഒന്ന് തന്നെയാണ്. വളരെയധികം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒന്ന് തന്നെയായിരുന്നു അൽഫോൺസാമ്മയുടെ മുരിക്കൻ തറവാട് കാണുക എന്നത്. താളിയോല പണ്ടുകാലത്ത് എഴുതുവാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. വീണ്ടും നമ്മൾ വീടിൻ്റെ പുറകുവശത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ചേച്ചിയുടെ മകള് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന മുറ്റത്തോട്ടായിരുന്നു. അപ്പോൾ ഇളന്തന്നെ പോലത്തെ സ്ഥലം മുൻവശത്തുണ്ട്, കുറച്ച് സ്ഥലം. അന്നത്തെ കാലത്ത് ഈ വീടിനോട് ചേർന്ന് വരാന്ത ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണിത്. ഇതൊക്കെ മുറ്റമായിരുന്നു. ആ വീട്ടിലെ കൊച്ചു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ മുറ്റത്തേക്കായിരുന്നു കയറുന്നത്. ശരിക്കും ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമല്ലേ? ഇതല്ലേ ഫ്രണ്ട്? ചിലപ്പോൾ അതായിരിക്കും. അപ്പറേ പക്ഷെ ഇത് മുറ്റായി. സൈഡ് ഇതാണ് ഈ വീടിൻ്റെ മുൻവശം. തറവാടിൻ്റെ മുൻവശം. ഇവിടെ അൽഫോൺസാമ്മയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ജനനവും അൽഫോൺസാമ്മയുടെ വിദ്യാഭ്യാസവും മഠത്തിൽ ചേർന്നതും ഒക്കെ. ഇവിടെ പിക്ചർ ഗ്യാലറി എന്ന ഒരു മുറിയുണ്ട്. ഇതിൽ അൽഫോൺസാമ്മയുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട സംഭവങ്ങളും എല്ലാം ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇത് അൽഫോൺസാമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ്. ഇത് അൽഫോൺസാമ്മയുടെ മാമോദീസ. അൽഫോൺസാമ്മയുടെ മാമോദീസ നടന്നത് കുടമാളൂർ പള്ളിയിലാണ്. അൽഫോൺസാമ്മ കുഞ്ഞായിരിക്കെ അമ്മ മരിക്കുകയും പിന്നീട് മുരിക്കൻ പേരമ്മ എടുത്ത് അൽഫോൺസാമ്മയെ വളർത്തുകയും ചെയ്തു. ഇത് മുരിക്കൻ തറവാട്ടിലേക്ക് അൽഫോൺസാമ്മ വരുന്നതിൻ്റെയാണ്. അൽഫോൺസാമ്മ തുടർന്ന് മുരിക്കൻ വീട്ടിലാണ് വളർന്നത്. അൽഫോൺസാമ്മയുടെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവവും ഇവിടെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്.
അൽഫോൺസമ്മയുടെ ദിവ്യകാരുണ്യ സ്വീകരണം ആദ്യ കുർബാനയാണിത്. അൽഫോൺസമ്മയ്ക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. അൽഫോൺസമ്മ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ചിത്രം. അൽഫോൺസമ്മയ്ക്ക് ഒരു കല്യാണാലോചന ആലോചിക്കുകയും ഇത് പേരപ്പൻ്റെ മുന്നിൽ കണ്ണീരോടെ പറയുകയും തനിക്ക് സിസ്റ്റർ ആവാനാണ്, ഒരു കന്യാസ്ത്രീ ആവാനാണ് ആഗ്രഹം എന്ന് പറയുകയൊക്കെ ചെയ്തു. അതിനുശേഷം ആ കല്യാണാലോചനയിൽ നിന്ന് മാറാൻ അൽഫോൺസമ്മ ചാരക്കുഴിയിൽ തൻ്റെ കാല് പൊള്ളിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ കാണിക്കുന്നത്. തുടർന്ന് അൽഫോൺസമ്മ മഠത്തിൽ ചേർന്നു. മഠത്തിൽ ചേരുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ കാണിക്കുന്നത്. തുടർന്ന് മഠത്തിലേക്ക് പോയി. ഭരണങ്ങാനം മഠത്തിലാണ് അൽഫോൺസമ്മ ചേർന്നത്. സന്യാസ വസ്ത്രം സ്വീകരിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ് ഈ കാണുന്നത്. ശിരോവസ്ത്രം സ്വീകരിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അൽഫോൺസമ്മ ഇടയ്ക്ക് ഒരു അധ്യാപികയായി സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. അതിൻ്റെ ചിത്രീകരണം. അൽഫോൺസമ്മയ്ക്ക് ചാവറയച്ചൻ പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തി നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ കാണുന്നത്. അൽഫോൺസമ്മ മരണക്കിടക്കയിൽ. ഇത് അൽഫോൺസമ്മയുടെ മരണച്ചടങ്ങിലെ ചിത്രീകരണമാണ്. അൽഫോൺസമ്മയുടെ മരണത്തിന് ശേഷം അനേകം പേർ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായിട്ടും തുടർന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശുദ്ധയായിട്ടും പ്രഖ്യാപിച്ചതിൻ്റെ ചിത്രീകരണം. അങ്ങനെ അൽഫോൺസമ്മയുടെ ജനനം മുതൽ മരണത്തിന് ശേഷം വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിൻ്റെയും വിശുദ്ധിയായതിൻ്റെയും ഒക്കെ വളരെ മനോഹരമായ ചിത്രീകരണമാണ് ഈ ഗ്യാലറിയിൽ ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വളരെ വലിയൊരു പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലമാണ്. അതാണ് ഈ ചാരക്കുഴി. ഈ ചാരക്കുഴിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അൽഫോൺസമ്മ അതീവ സുന്ദരിയായിരുന്നു. കൗമാരത്തിലേക്ക് കിടന്നതോടെ വലിയമ്മ അന്നമ്മ മുരിക്കൻ അവൾക്കായി വലിയ കുടുംബങ്ങളിൽ നിന്നും ആലോചനകൾ കൊണ്ടുവന്നു. എന്നാൽ കന്യാസ്ത്രീയായി ദൈവത്തിന് ജീവിതം സമർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന അൽഫോൺസ ഇതിനെ എതിർത്തു. ആലോചന ശക്തമായി വന്നപ്പോൾ തൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താൻ, അതുവഴി ആലോചന മുടക്കാനും അവൾ ഒരു വഴി കണ്ടെത്തി. തൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും വൈകല്യം വന്നാൽ ആരും വിവാഹം കഴിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അങ്ങനെ ചാരക്കുഴിയിലേക്ക് മനഃപൂർവ്വം തൻ്റെ കാല് വെക്കുകയും അങ്ങനെ പൊള്ളലേൽക്കുകയൊക്കെ ചെയ്തു. തൻ്റെ ഡയറി കുറിപ്പുകളിൽ ഇത് വിവാഹം മുടക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അൽഫോൺസ അമ്മ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ ചാരക്കുഴി എന്നത് പഴയകാലത്ത് നെല്ല് പുഴുങ്ങുന്നതിനായി വലിയ ചെമ്പുകളും ചരക്കുകളും അടുപ്പിച്ച് വെച്ച് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു. കത്തിക്കഴിഞ്ഞാലും അതിൻ്റെ ചാരത്തിനുള്ളിൽ ദിവസങ്ങളോളം കനത്ത ചൂടുള്ള കനലുകൾ കിടക്കുന്നുണ്ടാവും. പുറമെ നോക്കിയാൽ വെറും ചാരക്കുഴിയാന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല ചൂടായ കനലുകൾ ഉണ്ടായിരിക്കും. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് മുരിക്കൻ തറവാട്ടിൽ അവരുപയോഗിച്ചിരുന്ന കിണർ. നമ്മുടെ അൽഫോൺസമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന കിണറാണ് ഈ കാണുന്നത്. കിണറിന് പുറകെ കാണുന്നത് ഒരു മെഡിറ്റേഷൻ റൂമാണ്. ഇവിടെ വരുന്നവർക്ക് അതിൽ കയറി പ്രാർത്ഥിച്ചിരിക്കാം. ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കുകയും അനേകം സൗഖ്യങ്ങൾ പ്രാപിച്ചതുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അൽഫോൺസമ്മ ഉപയോഗിച്ച കിണർ.
വളരെയധികം ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു സ്ഥലമാണ്. വീട്ടുകാർ വിവാഹത്തിന് അൽഫോൻസമ്മയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അമ്മ ചാരക്കുഴിയിലേക്ക് കാലുവെക്കുകയും പൊള്ളലേൽക്കുകയൊക്കെ ചെയ്തു. അത് ചികിത്സിച്ച കാല് പൊള്ളിയപ്പോൾ ധാര കോരിയ മരവിയാണ് ഈ കാണുന്നത്. ഈ സംഭവത്തിന് ശേഷം അൽഫോൻസമ്മയുടെ 2 കാലുകൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. മാസങ്ങളോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ആ മുറിവ് ഉണങ്ങിയത്. എങ്കിലും ആ പൊള്ളല് അവരുടെ കാലുകൾക്ക് സ്ഥിരമായ ഒരു വൈകല്യം വരുത്തിയിരുന്നു. അത് അൽഫോൻസമ്മയെ ജീവിതകാലം മുഴുവനും കാലുവേദനയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാക്കി. ഇവിടെ വരുന്നവർക്ക് ഇവിടെ ധ്യാനിച്ചിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായ അന്തരീക്ഷമാണ്. വളരെ ശാന്തമായ, സത്യത്തിൽ അൽഫോൻസമ്മയോട് ഒപ്പം ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. നിശബ്ദമായി പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു സ്ഥലം ആണ് ഇവിടെ. ഇതിനോട് ചേർന്ന് ഒരു FCC കോൺവെന്റ് ഉണ്ട്, ആ കാണുന്നതാണ്. അതിനോട് ചേർന്ന് ഒരു ചാപ്പലുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഈ തറവാട് കണ്ടതിന് ശേഷം ഈ ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ഗവൺമെൻറ് UP സ്കൂൾ മുട്ടിച്ചിറ. ഇവിടെ അൽഫോൻസമ്മ പഠിച്ചിരുന്നു. അൽഫോൻസമ്മ പഠിച്ച ഒരു വിദ്യാലയമാണിത്. 1920-26 കാലഘട്ടത്തിലെ ആണ് പഠിച്ചിരുന്നത്. അൽഫോൻസമ്മ പഠിച്ചിരുന്ന UP സ്കൂളാണിത്. ഇതാണ് റൂഹ ഖുദ്ദശ പള്ളി. ഇവിടെയാണ് അൽഫോൻസമ്മ സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. അൽഫോൻസമ്മ മുട്ടിച്ചിറയായിരുന്നപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പങ്കെടുക്കുവാനായിട്ട് വരുന്നത് ഈ പള്ളിയിലായിരുന്നു. സഭാചരിത്രത്തിലും വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു പള്ളി കൂടിയാണിത്. ഇവിടെ അൽഫോൻസമ്മ പ്രാർത്ഥനയ്ക്ക് നിന്നിരുന്ന സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടമാണ് അൽഫോൻസമ്മ കുർബാനയ്ക്ക് മുട്ടുകുത്തി നിന്ന പള്ളിയുടെ തറ. അങ്ങനെ നമ്മൾ വിശുദ്ധ അൽഫോൻസമ്മയുടെ ബാല്യവും കൗമാരവും ചെലവഴിച്ച മുട്ടിച്ചിറയിലെ മുരിക്കൻ തറവാട്, അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടു. വിശുദ്ധ അൽഫോൻസമ്മയുടെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാകട്ടെ.